പൃഥ്വിരാജിന് പിടി വീണിരിക്കുകയാണ്. പൃഥ്വിരാജിന് ആദായ നികുതി ഓഫീസിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് നോട്ടീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താണെങ്കിലും അദ്ദേഹം ഇപ്പൊ നാട്ടിലില്ല. പക്ഷേ ഇന്നലെ ഇതേപോലെ തന്നെ ഗോകുലം ഗോപാലന്റെ ഓഫീസിലും ഇഡിയുടെ അന്വേഷണം ഉണ്ടായി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എമ്പുരാനല്ല ഇതിന് കാരണം. മറ്റെന്തൊക്കെയോ ആണെന്ന് നമ്മൾ പഠിക്കണം. L2 ഇറങ്ങിയതിനു ശേഷം ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്നുണ്ടെങ്കിലും നമ്മൾ മാറി ചിന്തിക്കാൻ പഠിക്കണം. അതാണ് പൊളിറ്റിക്സ്. പിന്നെ സിനിമയിലൂടെ ഒരിക്കലും സത്യങ്ങൾ വിളിച്ചു പറയാൻ പാടില്ല. കാരണം സിനിമ ആഘോഷിക്കാനുള്ള സ്ഥലമാണ്, എന്റർടൈൻമെന്റിനുള്ള സ്ഥലമാണ്, അല്ലാതെ സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള സ്ഥലമല്ല. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പലതും വെളിച്ചത്താകും. നിങ്ങൾ കൊലിക്കാനില്ലെങ്കിലും പലതും ഒളിച്ചു വെക്കേണ്ടി വരും. 2023 ജനഗണമനയൊക്കെ ഇറങ്ങിയ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഇഡിയുടെ വക അന്വേഷണം ഉണ്ടായതായി പറയപ്പെടുന്നു. ഇത് പറഞ്ഞത് മറുനാടൻ മലയാളിയാണ്. പക്ഷേ പൃഥ്വിരാജ് അത് നിഷേധിച്ചു. മറുനാടൻ ആരോപിച്ചത് പ്രൊപ്പഗണ്ട സിനിമ എടുത്തു എന്നുള്ളതാണ്. അതായത് പ്രൊപ്പഗണ്ട സിനിമ എടുത്തു എന്നുള്ളതിനേക്കാൾ ഉപരി വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ച് പ്രൊപ്പഗണ്ട സിനിമ എടുത്തു. അതിന്റെ ഭാഗമായി 25 കോടി രൂപ ഇഡിക്ക് ഫൈനായി നൽകിയെന്നാണ്. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പൃഥ്വിരാജ് അത് നിഷേധിക്കുകയും ചെയ്തു. ഇത് പറഞ്ഞ മറുനാടനെതിരെ എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പറഞ്ഞു. പക്ഷെ മറുനാടനും പുറത്തു നടപ്പുണ്ട്, അതുപോലെ തന്നെ പൃഥ്വിരാജ്. പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. L3യുടെ അല്ലെങ്കിൽ എമ്പുരാന്റെ തീയൊന്ന് കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇഡി ഗോകുലം ഗോപാലന്റെ വീട്ടിൽ കയറി. അതിനുശേഷം ദാ ഇപ്പോ പൃഥ്വിരാജിന് നോട്ടീസ് ഉണ്ട്. എൻഫോഴ്സ്മെന്റുമായിട്ടുള്ള ഇടപാടുകൾ ഗോകുലം ഗോപാലന്റെ പലതവണ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. 2023 ഏപ്രിൽ ഇന്റേണൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇഡി അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ വർഷം തന്നെ നവംബറിൽ കറവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയായ, അതും റിയൽ എസ്റ്റേറ്റ് ഏജന്റ് കൂടിയായ അനിൽകുമാറുമായി ഉണ്ടായ 4 കോടി രൂപയുടെ ഇടപാട് പ്രകാരം അദ്ദേഹത്തെ ഇഡി ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ അനിൽകുമാർ നമ്മളുടെ സ്ഥാപനത്തിന്റെ ഒരു ഉപഭോക്താവ് മാത്രമാണ്, അങ്ങനെയാണ് അങ്ങനെ ഒരു ഇടപാട് ഉണ്ടായതെന്നാണ്. ഇതിനെ സംബന്ധിച്ചുള്ള രേഖകളെല്ലാം തന്റെ കയ്യിൽ ഉണ്ടെന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. 2025 ഏപ്രില്, അതായത് ഇപ്പോ അദ്ദേഹത്തിനെതിരെ ഇഡി തെരച്ചിൽ നടത്താൻ കാരണം വിദേശ വിനിമയ നിയമലംഘന പ്രകാരം FEMA നടത്തിയ ആരോപണത്തിന്റെ ഫലമായി ഇഡി അദ്ദേഹത്തിന്റെ കൊച്ചി, ചെന്നൈ, കോഴിക്കോട് എന്നീ ഓഫീസുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞു വരുവാണെങ്കിൽ ഈ ഇടപാടുകളുടെ മൂല്യം, ഏകദേശ മൂല്യം 1000 കോടിയോളമാണ്. ഇത് സത്യമാണെങ്കിൽ തീർച്ചയായും ഇതിനു വേണ്ടി ഒരു അന്വേഷണം തന്നെ നടത്തണം. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അന്വേഷണം എന്ന് പറയുമ്പോൾ ആർക്കൊന്നും മനസ്സിലായില്ലല്ലോ, അല്ലേ?